വാട്ട് ഈസ് ഐഡിയലിസം? ലോകത്ത് ഏറ്റവും ആദ്യ രൂപം കൊണ്ട ദർശനമാണ് ആദർശവാദം. ശ്രേഷ്ഠരായ ദാർശനികരിലും വിദ്യാഭ്യാസ ചിന്തകരിലും ഏറിയ പങ്കും ഈ ദർശനം പുലർത്തിയവരാണ്. ആദർശവാദിക്ക് മനസ്സും ആത്മാവുമാണ് പ്രധാനം, ദ്രവ്യവും ശരീരവും അല്ല. ആദർശവാദിക്ക് ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും ലക്ഷ്യം ഒന്നേ ഉള്ളൂ: പ്രാകൃത മനുഷ്യനെ ആദർശ പുരുഷനാക്കി ഉയർത്തുക. Schools of philosophy and their impact on education. A school of philosophy is a system of philosophical doctrines upheld by a group of people accepted as authoritative. Philosophy is not a monolithic field. In addition to being divided into different branches of inquiry, each branch has its own schools of thought and system. These schools or systems are coherent ideologies or trends which inform how people answer the questions asked in philosophy. Disagreements in philosophy often resolve around differences between philosophical schools of thought. Thus, understanding what various schools teach is important in understanding philosophical debates. The important schools of philosophy are idealism, naturalism, realism, pragmatism, existentialism. സ്കൂൾ ഓഫ് ഫിലോസഫി എന്നത് ആധികാരികമായി അംഗീകരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന ദാർശനിക സിദ്ധാന്തങ്ങളുടെ ഒരു സംവിധാനമാണ്. തത്വചിന്ത ഒരു ഏകശില മേഖലയല്ല. അന്വേഷണത്തിൻ്റെ വിവിധ ശാഖകളായി വിഭജിക്കുന്നതിന് പുറമെ ഓരോ ശാഖയ്ക്കും അതിൻ്റേതായ ചിന്തകളും സംവിധാനങ്ങളും ഉണ്ട്. തത്വചിന്തയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആളുകൾ എങ്ങനെ ഉത്തരം നൽകുന്നു എന്ന് അറിയിക്കുന്ന യോജിച്ച പ്രത്യയശാസ്ത്രങ്ങളോ പ്രവണതകളോ ആണ് ഈ സ്കൂളുകളോ സംവിധാനങ്ങളോ. തത്വചിന്തയിലെ അഭിപ്രായങ്ങൾ പലപ്പോഴും തത്വചിന്താപരമായ ചിന്താധാരകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. തത്വചിന്താപരമായ സംവാദങ്ങൾ മനസ്സിലാക്കുന്നതിൽ വിവിധ സ്കൂളുകൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. തത്വചിന്തയിലെ പ്രധാന വിദ്യാലയങ്ങൾ ഇവയാണ്: ആദർശവാദം, പ്രകൃതിവാദം, റിയലിസം, പ്രായോഗികത, അസ്തിത്വവാദം. Important philosophers of idealistic school: Plato, Hegel, Kant, Fichte, Pestalozzi, Froebel, Sri Shankaracharya, Vivekananda, Aurobindo, etc. Main tenets of idealism. ആദർശവാദത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. In the philosophic sense, idealism is a system that emphasizes the preeminent importance of mind, soul, or spirit. The following are the important tenets of idealism. ദാർശനിക അർത്ഥത്തിൽ ആദർശവാദം എന്നത് മനസ്സിൻ്റെയോ ആത്മാവിൻ്റെയോ മുൻനിര പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്ന ഒരു സംവിധാനമാണ്. ആദർശവാദത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഇവയാണ്: ഐഡിയാസ് ആർ ദി സോഴ്സ് ഓഫ് റിയാലിറ്റി. ആശയങ്ങളാണ് യാഥാർത്ഥ്യത്തിൻ്റെ ഉറവിടം. ഐഡിയാസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഒബ്ജക്ട്സ്. റിയാലിറ്റി ഈസ് സിംപ്ലി ദ പ്രോഡക്റ്റ് ഓഫ് ദി മൈൻഡ്. ദ only real things are mental entities, not physical things. യഥാർത്ഥ കാര്യങ്ങൾ മാനസിക അസ്തിത്വങ്ങൾ മാത്രമാണ്, ശാരീരിക വസ്തുക്കളല്ല. The ultimate reality is spiritual in nature. The human spirit is the most important element in life. Spiritual nature of man is the essence of his being. The universe is essentially non-material in its ultimate nature. പ്രപഞ്ചം അതിൻ്റെ ആത്യന്തിക സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി ഭൗതികം അല്ലാത്തതാണ്. It is mind that is central in understanding the world. Values are absolute and fixed. All knowledge is independent of sense experience. എല്ലാ അറിവുകളും ഇന്ദ്രിയ അനുഭവത്തിൽ നിന്ന് സ്വതന്ത്രമാണ്. This world is the expression of mind. ഈ ലോകം മനസ്സിൻ്റെ പ്രകടനമാണ്. Impact of idealism on education.
Idealist points out that it is mind that is central in understanding world. They considered education as something which leads one to the highest moral conduct and deepest spiritual insight. It is through education that man is led to realize the highest values of life. Truth, beauty, and goodness. The influence of idealist philosophy on different aspects of education is discussed below. The highest value of life, truth, beauty, and goodness. ലോകത്തെ മനസ്സിലാക്കുന്നതിൽ മനസ്സാണ് കേന്ദ്രമെന്ന് ആദർശവാദികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഉന്നതമായ ധാർമ്മിക പെരുമാറ്റത്തിലേക്കും ആഴമേറിയ ആത്മീയ ഉൾക്കാഴ്ചയിലേക്കും നയിക്കുന്ന ഒന്നായി അവർ വിദ്യാഭ്യാസത്തെ കണക്കാക്കി. വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യനെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിയുന്നത്: സത്യം, സൗന്ദര്യം, നന്മ. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ വശങ്ങളിൽ ആദർശവാദ തത്വചിന്തയുടെ സ്വാധീനം ചുവടെ ചേർക്കുന്നു. ഐഡിയലിസം ആൻഡ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. Self-realization is the ultimate aim of idealistic education. It means to realize the highest potentialities of self, full knowledge of self in a social and cultural environment, and to enhance and enrich human personality. ആദർശപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. സാമൂഹികവും സാംസ്കാരികവുമായ അന്തരീക്ഷത്തിൽ സ്വയം ഏറ്റവും ഉയർന്ന സാധ്യതകൾ തിരിച്ചറിയുകയും മനുഷ്യൻ്റെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുകയും സമ്പന്നമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്. Other aims of education are the following: to ensure spiritual development of the individual, വ്യക്തിയുടെ ആത്മീയ വികസനം ഉറപ്പാക്കൽ. ടു പ്രിസർവ്, എൻറിച്ച് ആൻഡ് ട്രാൻസ്മിറ്റ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് മാൻ, മനുഷ്യൻ്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനും സമ്പന്നമാക്കുകയും കൈമാറുകയും ചെയ്യുക. ടു എക്സ്പ്ലോർ ആൻഡ് റിയലൈസ് യൂണിവേഴ്സൽ വാല്യൂസ് സച്ച് എസ് ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി ഇൻ ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതത്തിലെ സത്യം, നന്മ, സൗന്ദര്യം തുടങ്ങിയ സാർവത്രിക മൂല്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുക. ടു കൾട്ടിവേറ്റ് a universal mind and moral values, to emancipate or liberate human spirit and ultimately facilitate its union with God. മനുഷ്യാത്മാവിനെ മോചിപ്പിക്കുകയോ സ്വതന്ത്രമാക്കുകയോ ആത്യന്തികമായി ദൈവവുമായുള്ള അതിൻ്റെ ഐക്യം സുഗമമാക്കുകയും ചെയ്യുക. Idealism and curriculum. The idealist curriculum is based upon the spiritual nature of man. It attaches great importance to those subjects which are essential for the realization of mental and moral development. The following are the important features of idealistic curriculum. ആദർശവാദ പാഠ്യപദ്ധതി മനുഷ്യൻ്റെ ആത്മീയ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാനസികവും ധാർമ്മികവുമായ വികാസത്തിൻ്റെ സാക്ഷാത്കാരത്തിന് അത്യന്താപേക്ഷിതമായ വിഷയങ്ങൾക്ക് ഇത് വലിയ പ്രാധാന്യം നൽകുന്നു. ആദർശപരമായ പാഠ്യപദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നു. കരിക്കുലം may include any subject that is good enough to foster spiritual development and create an ideal self. പാഠ്യപദ്ധതിയിൽ ആത്മീയ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുയോജ്യമായ സ്വയം സൃഷ്ടിക്കുന്നതിനും പര്യാപ്തമായ ഏത് വിഷയവും ഉൾപ്പെടുത്താം. It should reflect the experiences of the human race as a whole. ഇത് മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കണം. Idealism attached great importance to humanities, culture, art, history, philosophy, literature, and religion. Curriculum should contain such subjects which will bring about intellectual, aesthetic, and moral development of man. മനുഷ്യൻ്റെ ബൗദ്ധികവും ധാർമ്മികവുമായ വികസനത്തിന് ഊന്നൽ ഉതകുന്ന വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരിക്കണം. Indian idealistic educationist Swami Vivekananda emphasized the importance of industrial education, while Gandhiji emphasized
While Gandhiji emphasized the importance of craft in his scheme of education, when Tagore gave due importance to fine arts in his system of education, Aurobindo gave equal importance to material and spiritual aspects. ഇന്ത്യൻ ഐഡിയലിസ്റ്റ് വിദ്യാഭ്യാസ വിദഗ്ധൻ സ്വാമി വിവേകാനന്ദൻ വ്യാവസായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഊന്നിപ്പറയുമ്പോൾ ഗാന്ധിജി തന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ കരകൗശലത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ടാഗോർ തന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഫൈൻ ആർട്സിന് അർഹമായ പ്രാധാന്യം നൽകിയപ്പോൾ അരബിന്ദോ ഭൗതികവും ആത്മീയവുമായ വശങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകി. ഐഡിയലിസം ആൻഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഐഡിയലിസം ഡസ് നോട്ട് സേ എനിത്തിങ് empathetically about the method of teaching. Different idealistic educationists have adopted different teaching methods. The following are the important features of the methods of teaching adopted by idealistic educationists. Socrates used dialectics. Question answer method. Dialectics is a method of discovering the truth of ideas by discussion and logical argument and by considering ideas that are opposed to each other. സോക്രട്ടീസ് ഡയലക്റ്റിക്സ് ചോദ്യ ഉത്തര രീതി ഉപയോഗിച്ചു. ചർച്ചയിലൂടെയും യുക്തിവാദത്തിലൂടെയും പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ പരിഗണിക്കുന്നതിലൂടെ ആശയങ്ങളുടെ സത്യം കണ്ടെത്തുന്ന രീതിയാണ് ഡയലക്റ്റിക്സ്. പ്ലേറ്റോ emphasized conversation of discourse method and Aristotle advocated inductive deductive method. പ്ലേറ്റോ സംഭാഷണത്തിനോ പ്രഭാഷണ രീതിക്കോ പ്രാധാന്യം നൽകി. അരിസ്റ്റോട്ടിൽ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് രീതി വാദിച്ചു. ലോജിക്കൽ മെഷറിംഗ് is the method adopted by Hegel, while Descartes employed the device of simple to complex. ലോജിക്കൽ മെഷറിംഗ് എന്നത് ഹെഗൽ സ്വീകരിച്ച രീതിയാണ്. അതേസമയം ഡെസ്കാർട്സ് ലളിതവും സങ്കീർണവുമായ ഉപകരണമാണ് ഉപയോഗിച്ചത്. ഹെർബർട്ട് advocated instruction method. Froebel insisted upon play-away method, whereas Pestalozzi considered practice and repetition to the best method. ഹെർബർട്ട് പ്രബോധന രീതി വാദിച്ചു. ഫ്രോബൽ കളിക്കാൻ നിർബന്ധിച്ചു, കളി പ്ലേവേ മെത്തേഡ്. എന്നാൽ പെസ്റ്റലോസി പരിശീലനവും ആവർത്തനവും മികച്ച രീതിയായി കണക്കാക്കി. ക്വസ്റ്റ്യനിങ്, ഡിസ്കഷൻ, ലെക്ചർ, ഇമിറ്റേഷൻ ആൻഡ് ടോക്ക് ഇൻ ഗ്രൂപ്പ്സ് ആർ അതർ മെത്തേഡ്സ് അക്സെപ്റ്റബിൾ ഫോർ ഐഡിയലിസ്റ്റ്. ചോദ്യം ചെയ്യൽ, ചർച്ച, പ്രഭാഷണം, അനുകരണം, ഗ്രൂപ്പ് ചർച്ചകൾ എന്നിവ ആദർശവാദികൾക്ക് സ്വീകാര്യമായ മറ്റ് രീതികൾ. Idealism and discipline. Idealism advocates rigorous discipline in education. Idealists hold the view that spiritual education of the child is possible only if the child is kept under strict control. വിദ്യാഭ്യാസത്തിൽ കർശനമായ അച്ചടക്കമാണ് ആദർശവാദം വാദിക്കുന്നത്. കുട്ടിയെ കർശന നിയന്ത്രണത്തിലാക്കിയാൽ മാത്രമേ കുട്ടിയുടെ ആത്മീയ വികാസം സാധ്യമാകൂ എന്നാണ് ആദർശവാദികളുടെ അഭിപ്രായം. The following are the important views of discipline held by idealists. Idealists attach importance to impressionistic discipline. Discipline maintained by knowing the needs and interests of the child and expression of love and sympathy for him, in comparison with repressionistic discipline. അടിച്ചമർത്തൽ അച്ചടക്കവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആദർശവാദികൾ ഇംപ്രഷനിസ്റ്റിക് അച്ചടക്കത്തിന് പ്രാധാന്യം നൽകുന്നു. കുട്ടിയുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പരിപാലിക്കുന്ന അച്ചടക്കം. Idealism emphasizes sympathetic control on the undesirable activities of the child and grants regulated liberty for his spiritual development. ആദർശവാദം കുട്ടിയുടെ അനഭിലഷണീയമായ പ്രവർത്തനങ്ങളിൽ സഹാനുഭൂതിയോടുകൂടിയുള്ള നിയന്ത്രണം ഊന്നിപ്പറയുകയും അതിൻ്റെ ആത്മീയ വികസനത്തിന് നിയന്ത്രിത സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു. The truth of idealism is on self-discipline through self-knowledge. ആദർശവാദത്തിൻ്റെ ഊന്നൽ ആത്മജ്ഞാനത്തിലൂടെയുള്ള സ്വയം അച്ചടക്കത്തിലാണ്.
According to idealism, discipline must always take the shape of self-discipline because only then can it guide the child along the path of self-realization. ആദർശവാദമനുസരിച്ച് അച്ചടക്കം എല്ലായ്പ്പോഴും സ്വയം അച്ചടക്കത്തിൻ്റെ രൂപത്തിലായിരിക്കണം. കാരണം അപ്പോൾ മാത്രമേ കുട്ടിയെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ കഴിയൂ. In idealistic education, discipline is realized through developing such qualities of self-resignation, self-control, self-guidance, obedience, humanity, politeness. ആദർശപരമായ വിദ്യാഭ്യാസത്തിൽ സ്വയം ആത്മനിയന്ത്രണം, സ്വയം മാർഗനിർദ്ദേശം, അനുസരണം, മാനവികത, മര്യാദ മുതലായ ഗുണങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ ആണ് അച്ചടക്കം സാക്ഷാത്കരിക്കുന്നത്. Idealism and the teacher. Idealism give prominent place to the teacher. It considers teacher as a spiritual guide for the child. He is a co-worker with God in perfecting man. The following are the important role of an idealistic teacher. ആദർശവാദം അധ്യാപകന് പ്രധാന സ്ഥാനം നൽകുന്നു. അത് അധ്യാപകനെ കുട്ടിയുടെ ആത്മീയ വഴികാട്ടിയായി കണക്കാക്കുന്നു. മനുഷ്യനെ പൂർണ്ണമാക്കുന്നതിൽ അവൻ ദൈവത്തോടൊപ്പം സഹപ്രവർത്തകനാണ്. Idealism considers teacher as a spiritual guide who carries the child from darkness to light. കുട്ടിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആത്മീയ വഴികാട്ടിയായാണ് ആദർശവാദം അധ്യാപകനെ കണക്കാക്കുന്നത്. Idealism considers teacher as a friend, philosopher and guide. ആദർശവാദം അധ്യാപകനെ സുഹൃത്തായും തത്വചിന്തകനായും വഴികാട്ടിയായും കണക്കാക്കുന്നു. Idealism considers teacher as the embodiment of all virtues and ideals, and as such he should present high standards of behavior and conduct before the pupils. ആദർശവാദം അധ്യാപകനെ എല്ലാ സദ്ഗുണങ്ങളുടെയും ആദർശങ്ങളുടെയും ആൾരൂപമായി കണക്കാക്കുന്നു. അതിനാൽ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ മുമ്പാകെ പെരുമാറ്റത്തിൻ്റെ ഉയർന്ന നിലവാരങ്ങൾ അവതരിപ്പിക്കണം. Idealist teacher is considered as gardener who nurtures the tender plants of human spirit to bloom. മനുഷ്യാത്മാവിൻ്റെ ഇളം ചെടികൾ പൂക്കുന്നതിന് പരിപോഷിപ്പിക്കുന്ന തോട്ടക്കാരനായി ആദർശവാദി അധ്യാപകനെ കണക്കാക്കുന്നു. Teacher is the liaison agent between the microscopic self of the child and the absolute self, that is God. കുട്ടിയെ സൂക്ഷ്മ വ്യക്തിത്വത്തിനും ദൈവത്തിനും ഇടയിലുള്ള ബന്ധമാണ് അധ്യാപകൻ. Contribution of idealism to education. The following are the important contribution of idealism as a philosophy of education. Idealism presents the highest and widest aims and ideals of education which have been emphasized by contemporary educational philosophers in East and West. കിഴക്കും പടിഞ്ഞാറുമുള്ള സമകാലിക വിദ്യാഭ്യാസ തത്വചിന്തകർ ഊന്നിപ്പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്നതും വിശാലവുമായ ലക്ഷ്യങ്ങളും ആദർശങ്ങളും ആദർശവാദം അവതരിപ്പിക്കുന്നു. The goal of idealist is universal education. It holds that every human being must receive a chance to be educated. All progressive society uphold this view and strives to attain it. ആദർശവാദികളുടെ ലക്ഷ്യം സാർവത്രിക വിദ്യാഭ്യാസമാണ്. ഓരോ മനുഷ്യനും വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ലഭിക്കണമെന്ന് അത് അനുശാസിക്കുന്നു. എല്ലാ പുരോഗമന സമൂഹവും ഈ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുകയും അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. Idealism believes in eternal values. This has presented with an ever valid standard for measuring human conduct and behavior in educational system. ആദർശവാദം ശാശ്വത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മനുഷ്യൻ്റെ പെരുമാറ്റവും
പെരുമാറ്റം അളക്കുന്നതിനുള്ള എക്കാലത്തെയും സാധുതയുള്ള മാനദണ്ഡം ഇത് അവതരിപ്പിക്കുന്നു. Idealism has laid great emphasis on the dignity of individual and personality of the child. It has resulted in fresh look and human relations in teaching. ആദർശവാദം കുട്ടിയുടെ വ്യക്തിത്വത്തിനും വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. അധ്യാപനത്തിലെ മാനുഷിക ബന്ധത്തിന്റെ പുത്തൻ കാഴ്ചയ്ക്ക് അത് കാരണമായി. Even in the modern age of digital technology, the idealist view of teacher is treated widely as the best outlook of an ideal teacher. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ആധുനിക യുഗത്തിലും ആദർശവാദി വീക്ഷണം അധ്യാപകനെ ഒരു ആദർശ അധ്യാപകന്റെ ഏറ്റവും മികച്ച വീക്ഷണമായി വ്യാപകമായി കണക്കാക്കുന്നു. Idealist education emphasizes the inculcation of highest values, namely truth, beauty and goodness. This will lead to the development of moral character of the child. ആദർശപരമായ വിദ്യാഭ്യാസം ഏറ്റവും ഉയർന്ന മൂല്യങ്ങളായ സത്യം, സൗന്ദര്യം, നന്മ എന്നിവയെ ഊന്നി പറയുന്നു. ഇത് കുട്ടിയുടെ ധാർമ്മിക സ്വഭാവത്തിന്റെ വികാസത്തിലേക്ക് നയിക്കും. The idealist teacher influences the child by his high ideals of life and by his sympathetic encouraging behavior. This achieves the fullest development of child's personality. ആദർശവാദിയായ അധ്യാപകൻ തൻ്റെ ഉന്നതമായ ജീവിതാദർശങ്ങളാലും അനുകമ്പയാലുമുള്ള പ്രോത്സാഹനജനകമായ പെരുമാറ്റത്താലും കുട്ടിയെ സ്വാധീനിക്കുന്നു. ഇത് കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണമായ വികസനം കൈവരിക്കുന്നു. ഐഡിയലിസ്റ്റിക് ഫിലോസഫി റീസ്റ്റോഴ്സ് മാൻ to his proper place, and thus the school has grown into an important social organization. ആദർശ തത്വശാസ്ത്രം മനുഷ്യനെ അവൻ്റെ ശരിയായ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ സ്കൂൾ ഒരു സുപ്രധാന സാമൂഹിക സംഘടനയായി വളർന്നു. Idealism laid emphasis upon the integrated curriculum which may include every branch of knowledge. It is the most liberal, dynamic and multi-sided curriculum. വിജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖകളും ഉൾപ്പെടുന്ന ഒരു സംയോജിത പാഠ്യപദ്ധതിക്ക് ആദർശവാദം ഊന്നൽ നൽകി. ഏറ്റവും ഉദാരവും ചലനാത്മകവും ബഹുമുഖവുമായ പാഠ്യപദ്ധതി ആണിത്. Idealism envisages self-discipline through self-knowledge. Contemporary educationists unanimously accept the need of freedom and discipline and agree that self-discipline is the only way for proper development. ആദർശവാദം ആത്മജ്ഞാനത്തിലൂടെ സ്വയം അച്ചടക്കം വിഭാവനം ചെയ്യുന്നു. സമകാലിക വിദ്യാഭ്യാസ വിചക്ഷണർ സ്വാതന്ത്ര്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ആവശ്യകത ഏകകണ്ഠമായി അംഗീകരിക്കുകയും സ്വയം അച്ചടക്കമാണ് ശരിയായ വികസനത്തിലുള്ള ഏക മാർഗമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. Limitations of idealism. The following are the important shortcomings of idealist philosophy in education. Idealism is an abstract and vague doctrine. It avoids the present realities and prepares the child for the next world. ആദർശവാദത്തിൻ്റെ പരിമിതികൾ. ഐഡിയലിസം ഒരു അമൂർത്തവും അവ്യക്തവുമായ ഒരു സിദ്ധാന്തമാണ്. അത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങളെ ഒഴിവാക്കുകയും അടുത്ത ലോകത്തേക്ക് കുട്ടിയെ തയ്യാറാക്കുകയും ചെയ്യുന്നു. It emphasizes the eternal values of life and absolute truth. Educating the child to adjust with ever-changing social environment necessitates a dynamic value system rather than static. അത് ജീവിതത്തിൻ്റെ ശാശ്വത മൂല്യങ്ങളെയും സമ്പൂർണ്ണ സത്യത്തെയും ഊന്നിപ്പറയുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാൻ കുട്ടിയെ ബോധവൽക്കരിക്കുന്നതിന് നിശ്ചലമായതിനേക്കാൾ ചലനാത്മകമായ മൂല്യവ്യവസ്ഥ ആവശ്യമാണ്. Idealism may be considered to be outdated in the prevailing scientific world view as there is a great change in prevailing value system. നിലവിലുള്ള മൂല്യവ്യവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നതിനാൽ നിലവിലുള്ള ശാസ്ത്രലോക വീക്ഷണത്തിൽ ആദർശവാദം കാലഹരണപ്പെട്ടതായി കണക്കാക്കാം.
നിലവിലുള്ള മൂല്യവ്യവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നതിനാൽ നിലവിലുള്ള ശാസ്ത്ര ലോക വീക്ഷണത്തിൽ ആദർശവാദം കാലഹരണപ്പെട്ടതായി കണക്കാക്കാം. Idealism ignores psychological nature of the child and neglects his physical self. ആദർശവാദം കുട്ടിയുടെ മാനസിക സ്വഭാവത്തെ അവഗണിക്കുകയും അവൻ്റെ ശാരീരിക സ്വഭാവത്തെയും മാനസിക സ്വഭാവത്തെ അവഗണിക്കുന്നു. Idealism does not contribute much to the progressive method of teaching. പുരോഗമനപരമായ ഒരു അധ്യാപന രീതിക്ക് ആദർശവാദം വലിയ സംഭാവന നൽകുന്നില്ല. ഓവർ എംഫസിസ് ഓൺ സ്പിരിച്വൽ ആസ്പെക്ട് നെഗ്ലക്ട് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ആത്മീയ വശങ്ങളിൽ അമിതമായ ഊന്നൽ ജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെ അവഗണിക്കുന്നു. As a philosophy of education, idealism sets unobtainable goals. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തത്വശാസ്ത്രം എന്ന നിലയിൽ ആദർശവാദം നേടാനാകാത്ത ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നു. Teacher is the central figure in idealistic education. Modern psychology emphasizes the prime and central importance to child. Idealism underestimates the study of scientific and technological subject. ആദർശവാദം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുടെ പഠനത്തെ കുറച്ചു കാണുന്നു. Idealism is individualistic in nature and it neglects social aspect of life. ആദർശവാദം വ്യക്തിപരമായ സ്വഭാവമാണ്, അത് ജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെ അവഗണിക്കുന്നു.